ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, 25 ലക്ഷം സിഗരറ്റുകൾ വിലയിട്ടാൽ ഏകദേശം 4.5 കോടി രൂപയിലധികം വരും. 4 കണ്ടെയ്നറുകളിലായിട്ട് ഇക്കഴിഞ്ഞ നവംബർ മാസമാണ് കൊച്ചിയിലേക്ക് കടത്തിയത്. ഈ ചരക്ക് കണ്ട് കസ്റ്റംസ് സംഘം ഞെട്ടിപ്പോയി. കാരണം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊള്ളയായിരുന്നു ഇത്, കള്ളക്കടത്തായിരുന്നു ഇത്. ഇത്രയും വലിയ കസ്റ്റംസ് സംഘങ്ങളും അന്വേഷണ ഏജൻസികളും CC ക്യാമറ സംവിധാനങ്ങളും ഇതെല്ലാം ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇവർക്ക് ഇതിന് സാധിക്കുന്നത് എന്നത് ഒരു ചോദ്യം തന്നെയായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക്. കാരണം ഇതുപോലത്തെ സാധനങ്ങൾ ഒരു പക്ഷേ ഇത്രയും വലിയ കണ്ടെയ്നറുകളിലായിട്ട് ഇത് ആദ്യമാണ് എന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത്. നികുതി വെട്ടിച്ച് സിഗരറ്റ് കടത്തുന്നതിനു വേണ്ടി ഈ സംഘങ്ങൾ പല രൂപത്തിലും ശ്രമിക്കുന്നുണ്ട് എന്ന് വിവരം ലഭിക്കുന്നു. കൊച്ചി സീപോർട്ടിലാണ് വിവരം ലഭിക്കുന്നത്. അതിനോടനുബന്ധിച്ചിട്ട് ഉദ്യോഗ സംഘം മുഴുവനും ഏതാണ്ട് സീപോർട്ടിൽ പരിശോധനയ്ക്ക് എത്തി. കസ്റ്റംസിന്റെ സ്പെഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ചും ഉണ്ടായിരുന്നു. രാജ്യത്തെ തന്നെ ഏറ്റവും വിപുലമായ ഈ കടത്തിന് പിന്നിൽ ആരാണ് എന്ന് തന്നെ കണ്ടുപിടിച്ചിട്ടേ മതിയാകുമായിരുന്നുള്ളൂ. ഇന്ന് തന്നെ വിവരം ലഭിക്കണം എന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തതിനനുസരിച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വല വീശിയെന്നറിഞ്ഞതും സംഘം മുങ്ങി. എത്ര കോടി രൂപയാണ് പോകുന്നത് എന്ന് നോക്കണം. 4.5 കോടിയിലധികം രൂപയാണ് പോകുന്നത്. എന്നിട്ടും പിടിച്ചാൽ ഇതിനേക്കാൾ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. കാരണം ഇതിന്റെ തലപ്പത്തുള്ള ആളുകളാണല്ലോ കുടുങ്ങുന്നത്. ഇനി ഇവർക്ക് നാളെയും ഇത് കടത്തണമല്ലോ. പെരിന്തൽമണ്ണ വലമ്പൂർ ഫാസിൽ പെരിന്തൽമണ്ണക്കാരൻ തന്നെയായ ഹസീബ്, ഇവരുടെ തലയിലെഴുത്താണ് റെഡിയാക്കി വെച്ചിട്ട് കസ്റ്റംസ് സംഘം കാത്തിരുന്നത്. കാരണം ഇത് ഹലാലാണ്. ഇങ്ങനെ ഒരു കടത്ത് ഹറാമാണ് എന്ന് ഏതെങ്കിലും മതപുസ്തകത്തിൽ ഉണ്ടോ എന്ന് ഫാസിലും ഹസീബും ചോദിച്ചാൽ ഉസ്താദന്മാർ എന്ത് പറയും? ഇല്ലല്ലോ. മയക്കുമരുന്ന് കടത്താൻ പാടില്ല എന്നുണ്ടോ? മലദ്വാർ ഗോൾഡ് പാടില്ല എന്നുണ്ടോ? ഉമ്മറം ഗോൾഡ് പാടില്ല എന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ മതത്തിന്റെ ചിട്ടവട്ടങ്ങൾ വെച്ച് നോക്കിയാൽ ഇവര് ചെയ്തതിൽ ശരീഅത്ത് നിയമത്തിൽ തെറ്റായിട്ടൊന്നും തന്നെയില്ല. മലപ്പുറം ഏതാണ്ട് കുറച്ചു കാലമായി ശരീഅത്ത് നിയമത്തിൽ അധിഷ്ഠിതമായിട്ടല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമ്മുടെ KT ജലീലല്ലേ പറഞ്ഞത്, ഇന്ന മയക്കുമരുന്ന് കടത്ത്, മലദ്വാർ ഗോൾഡ്, ഇതിന്റെയൊക്കെ മതപരമായിട്ടുള്ള ശിക്ഷാവിധി കൂടി നിങ്ങളൊന്ന് പറയണം. ഇത് ജനാധിപത്യ രാജ്യമാണ് എന്ന് പല സന്ദർഭത്തിലും മറന്നു പോകുന്നു. ഒരു സിമി പ്രവർത്തകൻ ജനാധിപത്യം ഉപയോഗിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു മന്ത്രി സ്ഥാനവും MP സ്ഥാനവും MLA സ്ഥാനവും ഒക്കെ കരസ്ഥമാക്കിയത് എന്ന് പലപ്പോഴും പലരും മറന്നുപോകുന്നു. എന്തായിരുന്നാലും അന്വേഷണ സംഘം വല വിരിച്ച് കാത്തിരിപ്പുണ്ട് ഈ 2 യുവാക്കൾക്ക് വേണ്ടി. പലവട്ടം സമൻസ് നൽകിയെങ്കിലും സ്ഥലത്തില്ല എന്നായിരുന്നു പ്രതികരണം. കഴിഞ്ഞ ദിവസം നാട്ടിലെത്തി എന്ന ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അതിരാവിലെ പോലീസുകാർ വീട് വളയുന്നു. നോക്കുമ്പോൾ 2 പേരും വീട്ടിലുണ്ട്. 2 പേരെയും പൊക്കിയെടുത്തു. അതിനെ തുടർന്ന് കൊച്ചിയിൽ കസ്റ്റംസ് ആസ്ഥാനത്തെത്തി. ഇന്നൊരു പകൽ മുഴുവനും ചോദ്യം ചെയ്തതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ ഫാസിൽ മുമ്പ് തന്നെ കസ്റ്റംസിന്റെ റഡാറിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഉള്ളി കയറ്റുമതിക്ക് നിരോധനം ഉണ്ടായിരുന്ന കാലയളവില് വൻതോതിൽ കള്ളക്കടത്ത് നടത്തിയാണ് ഇയാൾ പിടിയിലായത്. അതിനെ തുടർന്ന് പിഴ ഈടാക്കിയിട്ടാണ് ഇയാളെ വിട്ടയക്കുന്നത്. പച്ചക്കറി ഇനങ്ങൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ്. ഇതിൽ തന്നെ നിരോധനമുള്ള ഇനങ്ങൾ നിരോധനം നിലനിൽക്കുമ്പോൾ തന്നെ കയറ്റി അയച്ച് വലിയ ലാഭമുണ്ടാക്കുക എന്നതാണ് ഇവരുടെ തന്ത്രം. ഫർണസ് ഓയിൽ ഇറക്കുമതിയും ഇവർ ലൈസൻസ് നേടിയിട്ടുണ്ട്. ഇവരുടെ കയ്യിലുണ്ട് അതിന്റെ ലൈസൻസ്. വ്യാജ സിഗരറ്റിന്റെ ഉറവിടം ദുബായ് ആണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം 18 രൂപയ്ക്ക് കേരളത്തിൽ വിൽക്കുന്ന ഗോൾഡ് ഫ്ലേക്കിന്റെ വ്യാജനാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ വിലയ്ക്ക് തന്നെയായിരിക്കും വ്യാജനയും വിൽക്കുന്നത്.
ഇത് കണക്കിലെടുത്താൽ 4.5 കോടിയുടെ ഇടപാടാണ് നടക്കാനിരുന്നത്. ദുബൈയിൽ നാമമാത്രമായ തുകയ്ക്കുണ്ടാക്കുന്നതാണ് ഇത്. സിഗരറ്റുകൾ വ്യാജമാണ് എന്ന് സ്ഥിരീകരിച്ച ITCക്ക്, അതായത് ഇന്ത്യൻ ടുബാക്കോ കമ്പനിയുണ്ട്, ഇത് നശിപ്പിക്കാൻ വേണ്ടി കസ്റ്റംസ് കൈമാറിയിട്ടുണ്ടായിരുന്നു. റോഡ് പണിയാൻ ഉപയോഗിക്കുന്ന ടാർ ഇറക്കുമതി ചെയ്യുന്നതിന്റെ മറവിലായിരുന്നു ഈ കള്ളക്കടത്ത്. ഒരിക്കൽ ഏതെങ്കിലും രൂപത്തിൽ ഇവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഇനി മലദ്വാർ ഗോൾഡിലായിരുന്നാലും ശരി, അതല്ല മയക്കുമരുന്ന് കടത്തിനായിരുന്നാലും ശരി, ഇതുപോലെയുള്ള കള്ളക്കടത്തിനായിരുന്നാലും ശരി, ഒരിക്കൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഉറപ്പാണ് ഇത്രയ്ക്ക് ഉള്ളൂ. തന്നെയുമല്ല, പച്ചവെളിച്ചത്തിന്റെ പോലീസും പച്ചവെളിച്ചത്തിനകത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും അതിനകത്തു തന്നെ ഇവരെ സഹായിക്കാനുള്ളിടത്തോളം കാലം ഇവർക്കൊരു പ്രയാസവുമില്ല. യാതൊന്നും സംഭവിക്കാത്തതുപോലെ പോയതിനേക്കാൾ വേഗത്തിൽ പിഴയടച്ച് ഇവർ പുറത്തു വരുന്നു. നമ്മുടെ നാടിന്റെ ഒരു രീതി അനുസരിച്ചിട്ട് പഴുതുകളുള്ള നിയമങ്ങളാണല്ലോ. ആരെന്തു വലിയ കുറ്റകൃത്യം ചെയ്താലും ശരി, ഈസി ആയിട്ട് അവർക്ക് ഊരി പോരാൻ പറ്റുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളാണ് നിയമത്തിലുള്ളത്. ഇനിയിപ്പോ ഇവരിപ്പോ പിഴ ഈടാക്കി രക്ഷപ്പെട്ടു. ഇവർക്ക് ശക്തമായ രൂപത്തിൽ ഫോളോ അപ്പ് നടത്താനുള്ള രീതികളൊന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ. മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരു പരിധി വരെ ഈ കള്ളക്കടത്തിനൊക്കെ ഒരു ശമനമുള്ളത്. ഇവിടെ അതില്ലാത്തത് കൊണ്ട് രക്ഷയില്ല. അപ്പോ ഇവര് ജാമ്യത്തിൽ ഇറങ്ങി പിഴ ഈടാക്കി വീണ്ടും ഇവർ ഇതിനേക്കാൾ വലിയ കുറ്റകൃത്യത്തിലേക്കാണ് പോകുന്നത്. ഇവരെ സഹായിക്കാൻ, ചോദിക്കുന്ന പിഴയൊടുക്കാൻ, ഇവർക്കു വേണ്ടി വാദിക്കാൻ, ഇവരെ രക്ഷപ്പെടുത്താൻ, ഇതിനെല്ലാത്തിലും ഉപരി ഇവരുടെ വാർത്തയോ ഇവരുടെ ഫോട്ടോയോ ഈ നൂതനമായ മാധ്യമ സ്വാധീനമുള്ള ഈ കാലഘട്ടത്തിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോലും വരാതിരിക്കാനുമുള്ള സംവിധാനം ഇവരുടെ കയ്യിലുണ്ട്. അതിവരുടെ പോക്കറ്റിലുള്ള പണത്തിന്റെ കനം തന്നെയാണ് പ്രധാനം. നോക്കിപ്പോൾ 2 പേരുടെ പേരുകളല്ലേ നമ്മൾ പറഞ്ഞത്. ഈ 2 പേരുടെ ചിത്രങ്ങൾ വെച്ചിട്ട് എത്ര മാധ്യമങ്ങളിൽ വാർത്തകളുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ചെയർമാനായ CA റൌഫ് പറഞ്ഞതുപോലെ മാധ്യമങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലാണ്. അതുപോലെ അസ്ത്രം ഗഫൂറും പറഞ്ഞല്ലോ, മാധ്യമങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലാണ്, നമുക്കെതിരെ ഇന്ന് മാധ്യമങ്ങളില്ല. പിന്നെ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ഒക്കെ ഇരുന്ന് ഏതെങ്കിലും സംഖ്യകള് എന്തോ കാലോ അരയോ പറയുന്ന കരുതി ഇതൊന്നും നമ്മളെ ഇറിക്കാൻ പോകുന്ന കാര്യങ്ങളുമല്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങളും സൂക്ഷ്മ പരിശോധന നടത്തുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ആ രൂപത്തിൽ വിപുലമായിട്ടുള്ള അന്വേഷണ ഏജൻസികളും ഉണ്ടായിട്ടും ഇവരുടെ എല്ലാവരുടെയും കണ്ണുകൾ വെട്ടിച്ച് ഒരു റഡാറിലും പെടാതെ എങ്ങനെയാണ് ഇവർ വിജയകരമായി ഇവരുടെ പരിശ്രമങ്ങൾ പൂർത്തിയാക്കുന്നത് എന്ന് കണ്ടോ. നന്ദി.